പാരാലിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മെഡൽ വേട്ട. പാരീസിൽ നേടിയത് 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും അടക്കം 29 മെഡലുകളാണ്. മെഡൽ വേട്ടയിൽ ഇന്ത്യ 18ാം സ്ഥാനത്താണ്. അനൂപ് ഷൺമുഖൻ ചേരുന്നു. അനൂപ്, ചരിത്ര നേട്ടം കുറിച്ചിരിക്കുകയാണ് പാരാലിമ്പിക്സിൽ. എന്താണ് വിശദാംശങ്ങൾ? ഏതൊക്കെ ഇനങ്ങളിലാണ് പ്രധാനപ്പെട്ട മെഡൽ നേട്ടം? വിനിത വേണു, തീർച്ചയായിട്ടും ഇന്ത്യൻ പാരാലിമ്പിക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്വർണ്ണവേട്ട തന്നെയാണ്. ഒപ്പം മെഡൽ വേട്ടലിൻ്റെ ചരിത്രത്തിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒരു പാരാലിമ്പിക്സിലെ മെഡൽ നേട്ടം എന്നുള്ള നേട്ടം കൂടി പാരീസിൽ സ്വന്തമാക്കിയിരിക്കുന്നു. നമുക്ക് ഒരു മാസം മുൻപ് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ വളരെ നിരാശപ്പെട്ട് മടങ്ങിയ ഒരു ഇന്ത്യൻ സംഘത്തെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും ദയനീയമായ പ്രകടനങ്ങളൊന്നാണ് അന്ന് അവിടെ ഇന്ത്യൻ താരങ്ങളിൽ നിന്നുണ്ടായത്. വെറും 5 വെങ്കല മെഡലുകളും ഒരു വെള്ളിയും അടക്കം 6 മെഡലുകളുമായി 71ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഇന്ത്യ അതേസമയം ഭിന്നശേഷിക്കാരുടെ വിഭാഗമായ പാരാലിമ്പിക്സിലേക്ക് വന്നപ്പോഴേക്കും അവിടെ 18ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 29 മെഡലുകൾ എന്നത് ഇന്ത്യയുടെ കായിക ചരിത്രത്തിലെ പാരാലിമ്പിക്സിനെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന ഒരു പാരാലിമ്പിക്സിലെ മെഡൽ വേട്ട തന്നെയാണ്. ഇന്ത്യ മെഡൽ വേട്ട അവസാനിപ്പിച്ചത് ഇന്നലെയാണ്. അത് ഒരു സ്വർണ്ണ മെഡലോട് കൂടി തന്നെയായിരുന്നു. നവദീപ് സൈനി എന്ന് പറയുന്ന താരം പുരുഷന്മാരുടെ ഉയരം കുറഞ്ഞ പുരുഷന്മാരുടെ വിഭാഗത്തിൽ സ്വർണ്ണ നേട്ടത്തോടു കൂടിയാണ് ഇന്ത്യയുടെ പാരീസിലെ പാരാലിമ്പിക്സിലെ മെഡൽ വേട്ട അവസാനിപ്പിച്ചത്. ഒപ്പം മറ്റു ചില താരങ്ങൾ, പേരുകൾ പറയാം: അവനി ലേഖ, നിതേഷ് കുമാർ, സുമിത് ആൻഡിൽ, ഹർവിന്ദർ സിംഗ്, ധരംബീർ സിംഗ്, പ്രവീൺ കുമാർ. ഇവരാണ് ഇന്ത്യക്ക് മറ്റ് സ്വർണ്ണങ്ങൾ സമ്മാനിച്ച പാരാലിമ്പിക്സിലെ താരങ്ങൾ. അതിൽ ഏറിയ പങ്കും 4 വന്നത് അത്ലറ്റിക്സിൽ നിന്നായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതേസമയം മറ്റ് ഈ പവർ ഹൗസുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന, പാരാലിമ്പിക്സിൽ പവർ ഹൗസുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന നിരവധി രാജ്യങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ ആദ്യ 20ലേക്ക് മെഡൽ പട്ടികയിലെത്തിയത് എന്നതും ഇത്തവണത്തെ ഒരു സവിശേഷതയായി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നതിൽ ഇന്ത്യ പിന്തള്ളിയ രാജ്യങ്ങളിൽ പ്രമുഖരായിട്ടുള്ളവർ സ്വിറ്റ്സർലൻഡും ബെൽജിയവും ദക്ഷിണ കൊറിയയും അർജന്റീനയും തുർക്കിയുമുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. വർഷങ്ങളായിട്ട് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഇന്ത്യയേക്കാൾ വളരെ മുന്നിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഇവരെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അതേസമയം മൊത്തം പ്രകടനം വരുമ്പോഴേക്കും അവിടെ ചൈന വലിയ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. 200-ലേറെ മെഡലുകളുമായാണ് ചൈന 1ാം സ്ഥാനത്തെത്തിയത്. എങ്കിലും നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടം സമ്മാനിച്ചിരിക്കുന്നു പാരീസ്. ഒരു മാസം മുമ്പ് നമ്മൾ നിരാശയോടുകൂടി മടങ്ങിയെങ്കിൽ ഇത്തവണ തലയുയർത്തി തന്നെയാണ് ഇന്ത്യയുടെ താരങ്ങൾ തിരികെ വരുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരവും അഭിമാനകരവുമായിട്ടുള്ള കാര്യം. വിനിത.